ഒരു വരി ഈ ഖുറാനകത്തെ നാട്ടുകാർക്ക് കൊള്ളാവുന്ന ഒരു വരി പറ കീഴടങ്ങാനല്ലാത്ത ഒരു വരി. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിൽ കൊള്ളാവുന്ന ഒരു വരി പറ. ഖുർആനിലൊരു വരി പോലും ഖുർആനിലൊരു വരി പോലും നന്മയില്ല. ഞാൻ ഖുർആൻ മാത്രമല്ല, അയൽവാസി പട്ടിണി എടുക്കുന്നത് പോലെ ഖുർആൻ മാത്രമല്ല, ഭഗവത്ഗീത ആയാലും ബൈബിൾ ആയാലും രാമായണം ആയാലും അല്ല, ബൈബിളിനെ കുറിച്ച് അസംബന്ധമാണ്. അല്ല, നിങ്ങൾ പറഞ്ഞത് തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഞാൻ പച്ചക്കള്ളം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പച്ചക്കള്ളം ആധുനികതയുടെ ലക്ഷണമായതുകൊണ്ടായിരിക്കാം നിങ്ങൾ ഇത് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, തന്നെ പോലുള്ള വിശ്വാസി കളവാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഒരു തരത്തിലും അല്ല. അതിനകത്ത് കൊള്ളാവുന്ന വരിയില്ല. എനിക്ക് ഈ എന്താ പറഞ്ഞാൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുന്ന പോലെ കൊള്ളാവുന്ന വരിയില്ല. ഉറപ്പാണോ? ഉറപ്പാ. എന്റെ സമയം കളയാതെ എനിക്ക് ഖുർആനൊന്നും ചർച്ചയ്ക്ക് എടുക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ലാത്ത ആളാ. അല്ല, അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇത് എടുത്തു വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ വായിക്കുന്നേ. നിങ്ങൾ കൊണ്ടുവന്ന ചർച്ചയാണ്. നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കുക, അവനോട് പങ്കുകാരെ ചേർക്കാതിരിക്കുക, മാതാപിതാക്കളോട് നന്മ ചെയ്യുക, അതേപോലെ അനാഥകളോട് നന്മ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ നെയ്ബേഴ്സിനോട് നന്മ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ ദൂരെയുള്ള നെയ്ബേഴ്സിനോട് ജന്മ ചെയ്യുക, അടുത്തുള്ള നെയ്ബേഴ്സിനോട് ജന്മ ചെയ്യുക, അതേപോലെ യാത്രക്കാരനോട് നന്മ ചെയ്യുക എന്ന് വളരെ കൃത്യമായി ഖുർആൻ 4-ാം അധ്യായം 36-ാമത്തെ വചനത്തിൽ പറയുന്നു. ഞാൻ പറയുന്നത് ആദ്യത്തെ വരി എന്താണ്? ആദ്യത്തെ വരി എന്താണ് അതിനകത്ത്? ആദ്യത്തെ വരി എന്താണ്? വർഷിപ്പ് അല്ലാഹ് ആൻഡ് അസോസിയേറ്റ് നത്തിങ്. അത് തന്നെ, അതോടെ കഴിഞ്ഞല്ലോ. ഉറപ്പാണ്. എങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ വരി ഞാൻ വായിച്ചു. യേശു ക്രിസ്തു പറഞ്ഞ വരി ഞാൻ വായിച്ചരാം. യേശു ക്രിസ്തു പറഞ്ഞെന്താ? ടീച്ചർ, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് ഇൻ ദ ലോ? ജീസസ് സെഡ്, ലവ് യുവർ ലോർഡ് യുവർ ഗോഡ്. അത് പറഞ്ഞതിന് ശേഷമാണ് ഈ പറയുന്ന തന്നെ പോലെ തന്നെ അയൽക്കാരെ സ്നേഹിക്കാന്ന് പറഞ്ഞത്. യേശു ക്രിസ്തുവും ആദ്യം ദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനും ശേഷം അവിടെ നിങ്ങൾ പറഞ്ഞത് പറഞ്ഞതുപോലെ വചനം ഖുർആനിൽ ഇല്ലാന്നാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഖുർആനിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു അതിന് മുകളിൽ എന്താണ് അള്ളാഹുവിനെ ആരാധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ കാര്യം യേശു ക്രിസ്തു പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് നിങ്ങൾ പറഞ്ഞു അവിടെ പോയി എന്ന് പറഞ്ഞു. ശരിയല്ലേ? നിങ്ങൾ കളവാ പറഞ്ഞത്. അല്ല, നിങ്ങൾ പറഞ്ഞു ഖുർആനിൽ ഒരു വരി പോലും ഇല്ലാന്ന് പറഞ്ഞു. ഞാൻ ഒരു വരി വായിച്ചു. വായിച്ച വരികളെല്ലാം ശുദ്ധ അസംബന്ധമാണ്. എന്ത് അനാഥകളെ സഹായിക്കുന്നതാണ്? അനാഥകളെ സഹായിക്കുക എന്നത് ശുദ്ധ അസംബന്ധമാണ്. ദൈവവിശ്വാസത്തിന് മുന്നേ നിർത്തി കീഴടങ്ങാൻ മാത്രം ദൈവവിശ്വാസത്തെ മുൻനിർത്തിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തിന് കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന യുക്തിക്ക് ശേഷമല്ലാത്ത യാതൊന്നും തന്നെ അതിലില്ല. ദൈവവിശ്വാസത്തെ വേറെ ഒരു നിലവാരത്തിൽ മൂടി പറയുന്ന ഒരു പുസ്തകം മാത്രം അത്. അതിനകത്ത് വേറെ ഒരു വാല്യൂവും പിന്നത്തെ പറയുന്നതിന് 2-ാം തരം 3-ാം തരം 4-ാം തരം സ്ഥലത്താണ് അതൊക്കെ. ഓക്കെ, അപ്പൊ യേശു ക്രിസ്തു പറഞ്ഞപ്പോ ആദ്യം സ്നേഹിക്കുക. ഒരു നന്മ ഖുർആനില്ല എന്നാണ് പറഞ്ഞത്. ആ നന്മ ഉദ്ധരിച്ചപ്പോ പറഞ്ഞു അതിന് മുകളിൽ ദൈവത്തെ ആരാധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേ കാര്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തെ ആരാധിക്കുക എന്ന് പറഞ്ഞ് സ്നേഹിക്കുക എന്ന് പറഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. അപ്പൊ താങ്കൾ പറഞ്ഞത് തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതുപോലെ നന്മ ഇല്ലാന്നാണ്. ഒരു ക്രിസ്ത്യാനിയാക്കി ഇസ്ലാമിനെ എതിരാക്കുന്ന തരത്തിൽ വിടാനാണല്ലോ താങ്കളാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. അല്ല, ഇനി ഉരുണ്ട് കളിക്കേണ്ട ആവശ്യമില്ല. അത് പെട്ടു. നിങ്ങൾ പറഞ്ഞ കാര്യം എന്ത് പെട്ട കാര്യമാണ്. എനിക്ക് യേശു ക്രിസ്തു ആരെങ്കിലും ആണെങ്കിൽ പോട്ടെ എന്ന് ആയിക്കോട്ടെ. ഇത് തന്നെ പോലുള്ള തന്നെ പോലെ തന്നെ ഇതുപോലെ പറഞ്ഞതുപോലെ ഖുർആനിലുണ്ടോ ചോദിച്ചത്? പറഞ്ഞതുപോലെ ഖുർആനിലുണ്ട്. അവിടെ നിങ്ങൾ ഖുർആനിൽ കണ്ടെത്തിയ അതേ പ്രശ്നം യേശു ക്രിസ്തു പറഞ്ഞതിലുണ്ട്. അത് യേശു ക്രിസ്തു പറഞ്ഞതിലുണ്ട്. ഞാൻ പറഞ്ഞില്ല തനിക്കിപ്പോ യേശു ക്രിസ്തു അത്രേ ഉള്ളൂ. അത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. യേശു ക്രിസ്തു പറഞ്ഞതുപോലെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഒരേ സമയത്ത് തന്നെ ബൈബിളും ഖുർആനും തോട്ടിക്കളയണ്ട. ഓക്കെ, അപ്പൊ യേശു കഴിഞ്ഞതാ. അതല്ല, അത് തന്നെ പോലെ ഒരു മതവിശ്വാസിയായിരിക്കുന്ന ആളിനോട് പറയുന്ന വരി മാത്രം അത്. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞത് മണ്ടത്തരമാണെന്ന് താങ്കൾ സമ്മതിച്ചു. ഇല്ല,
അപ്പൊ അന്ന് യേശുക്രിസ്തു സമ്മതിച്ചിട്ടില്ലടോ, തന്നോട് സമ്മതിച്ചിട്ടും ഇല്ല ഇവര്. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഖുർആൻ പറയുന്നില്ലേ? ഞാൻ ഈ പറയുന്ന സാധനമാണെങ്കിൽ രണ്ടും ഒരുപോലെ തോട്ടിക്കളയേണ്ടതാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തീർന്നതാ അത്. അത് തീരുന്നില്ല എന്ന് താൻ പറയുന്നത് തനിക്ക് കാല് പൊക്കി വെക്കാൻ ഒരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്നെ ക്രിസ്ത്യാനിയാക്കിയിട്ട് വേണം തനിക്ക് തോന്നിക്കാൻ. അല്ലെ, യേശുക്രിസ്തു പറഞ്ഞതുപോലെ എന്ന് നിങ്ങളാണ് പറഞ്ഞത്. തന്നെ പോലെ തന്നെ ഇസ്ലാം മത വിശ്വാസിയായിരിക്കുന്ന ഒരു മണ്ടക്കണയപ്പനോട് പറഞ്ഞ വരിയാണ്. അതല്ലാതെ വേറെ അർത്ഥമൊന്നും അതിനില്ല. തന്നെ പോലെ തന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് കണിശമാണ്. ആ നിലവാരത്തിൽ കൊള്ളാവുന്ന ഒരു വരിയില്ല. ആ നിലവാരത്തിൽ ഇല്ലില്ല, അതിനകത്തില്ല. എന്തേ ഈ പറയുന്ന ഖുർആനിനകത്ത് അതുപോലെ കൊള്ളാവുന്ന, കാരണം ഈ വഴിനീളെ എഴുതി വെക്കാൻ കൊള്ളാവുന്ന വരികൾ തീരെ ഇല്ല. ആകെപ്പാടെ എന്ത് ഈ വരിക്കുന്ന പ്രശ്നം അനാഥകളെ ഇതാക്കുന്നവർക്ക് നന്മയല്ലേ? അനാഥകളെ നന്മയൊന്നും അല്ല, ഇതൊന്നും അനാഥകളെ നന്മയല്ല. ഒന്ന് രണ്ട് അയൽവക്കാരനെ സ്നേഹിക്കുന്ന അവരോട് തന്നെ പറഞ്ഞോണം. അവിടെ പറ്റിപ്പോയ അമളിയാണ്. ഒരു അമളിയില്ല, തന്നെ പോലുള്ള അമളിയുള്ളവന്മാര് വരുമ്പോ പറയുന്നതാണോ അത്? അല്ല, മൈത്രേനോട് പറ്റിപ്പോയ അബദ്ധം എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഓതിയ ആയത്തിൽ ആദ്യം അള്ളാഹുവിനെ ആരാധിക്കാനുള്ളത് എന്ന് കണ്ടപ്പോൾ മൈത്രേൻ ചാടിക്കേറി. ഞാൻ ഈ ഖുർആൻ വായിക്കുമ്പോഴെല്ലാം കണ്ടിട്ടുണ്ട്. എന്ത് വന്നാലും ഏത് സാധനം ശേഷവും അവസാനം വിശ്വാസി ദൈവത്തിൽ വിശ്വസിക്കുന്നതാണ് പരമോന്നതമായ ലക്ഷ്യമായിട്ട് കാണുന്ന ഒരു പ്രാകൃത മതത്തിന്റെ യുക്തി മാത്രമാണ്. ഓക്കെ, ഞാൻ ഈ പോയിന്റ് ഒന്ന് പറയട്ടെ. നാട്ടുകാരോട് പറഞ്ഞു പഠിപ്പിച്ചോ? വെറുതെ ഞാൻ എന്നെ ഇവിടെ ഇരുത്തണോ? മൈത്രേനെ പറ്റി ഇത്രേനെ പറ്റിയ അബദ്ധമൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം. നിങ്ങൾ മറുപടി പറഞ്ഞോ? അത് അങ്ങനെ ഞാൻ എന്തിനാണ് ഇരുന്ന് തരുന്നേ? എന്ത് കാരണം കൊണ്ടാണ്? അല്ല, നിങ്ങൾ മറുപടി പറഞ്ഞോ. എനിക്ക് മറുപടി അറിയാനായിട്ട് തന്നോട് മറുപടി പറയേണ്ട ആവശ്യം എനിക്ക് എന്താണ്? അപ്പൊ മൈത്രേനെ പറ്റി അമളിയോ? ഖുർആൻ വായിക്കാതെ മൈത്രേൻ വരി പോലും നന്മയില്ല. അങ്ങനെ നന്മ നമ്മൾ വായിച്ചു കൊടുത്തപ്പം മൈത്രേൻ എന്ത് ചെയ്തു? മൈത്രേൻ പറഞ്ഞു ആ നന്മ പറയുന്നതിന് മുമ്പ് ദൈവത്തെ ആരാധിക്കാൻ പറയുന്നുണ്ട്, അതുകൊണ്ട് അത് നന്മയല്ല എന്ന് മൈത്രേൻ വലിയ പറഞ്ഞു. പക്ഷെ അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈത്രേൻ ഖുർആനും അല്ല ബൈബിളും വായിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. കാരണം ബൈബിളിലും ഇത് പറയുന്നതിന് മുമ്പ് ദൈവത്തെ ആരാധിക്കാനും സ്നേഹിക്കാനും പറയുന്നത്. അത് രണ്ടും കൂടെ ഒന്നിച്ച് തോട്ടിക്കളഞ്ഞു. അപ്പൊ അന്ന് മൈത്രേൻ പറഞ്ഞത് മണ്ടത്തരമാണ് എന്ന് മൈത്രേൻ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ എനിക്ക് പറ്റിയൊരു അമളിയുണ്ട്. അല്ല, തന്നെ പോലെ തന്നെ വേണ്ടിയതാ. അത് കണിച്ചാണ്, കള്ളം പറഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് വിശ്വാസിയാണെന്ന് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഡിസ്കഷൻ വരത്തില്ലായിരുന്നു. അപ്പൊ കള്ളം ഇവിടെ പറഞ്ഞ് എന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് വിശ്വാസി അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ താൻ എന്തുവാണ് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഞാൻ എന്റെ അടുത്ത് ഒരു വരി പോലും കള്ളം, ഒരു വരി പോലും നന്മയില്ല എന്ന് എന്റെ അടുത്ത് മൈത്രേനാണ് കള്ളം പറഞ്ഞിട്ടുള്ളത്. യൂസ്ലെസ് ആയ പുസ്തകമാണ്. അതിനൊന്നും യാതൊരു ഇല്ല. അത് അരിയും പുരിയും തിരിച്ചറിയാൻ ഞാൻ പറഞ്ഞില്ലേ, രാമായണമായാലും മഹാഭാരതമായാലും ഭഗവത്ഗീതയായാലും ബൈബിൾ ആയാലും ഖുർആൻ ആയാലും യൂസ്ലെസ് ആണ്. അതെ, കഞ്ചാവ് അനുവദിക്കാത്തത് കൊണ്ട് ഖുർആൻ യൂസ്ലെസ് ആണ് എന്നാണ് മൈത്രേൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ബേസിക്കലി ഇനി വെറുതെ ചർച്ച ചെയ്യണ്ട, മതി. സ്വാഭാവികം. ഓക്കെ,